വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഞാനിപ്പം തിരുവനന്തപുരം ജില്ലയിലോട്ട് കടന്നിരിക്കുകയാണ്. ലുലുവിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ പൊക്കോണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഇതുവരെ ട്രിവാൻഡ്രത്തെ ലുലു കയറിയിട്ടേ ഇല്ല കേട്ടോ. ഇനി എപ്പം കയറാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഇത്രയും ഇപ്പം കണ്ടപ്പോഴാണ് ഓർത്ത് ഞാൻ തിരുവനന്തപുരം ലുലു എന്ത് ഇതുവരെ കാണാത്ത. പക്ഷെ ഇപ്രാവശ്യം കാണാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കാലൊക്കെ നീട്ടി വെച്ച് ഒരു സുഖമല്ല. എനിക്കിങ്ങനെ തലയും കറങ്ങുന്നുണ്ട്. ഈ ഡയറക്ഷൻ എനിക്ക് അല്ലെങ്കിൽ ഈ മോഷൻ സിക്നസ് ഉള്ള ആളാണ്. ഞാൻ മറ്റേ ബാൻഡേജൊക്കെ ഫിറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. തല കറക്കമല്ല, ഒരു ചരിഞ്ഞിങ്ങനെ നമ്മൾ ഡയറക്ഷൻ മാറിയിരിക്കുന്നില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു ഇറിറ്റേഷനുണ്ട്. പിന്നെ എൻ്റെ കാല് ഇങ്ങനെ വെച്ചിരിക്കുന്ന കാരണം ട്രാവൽ അധികം ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ അതിൻ്റേതായ കാലിന് പ്രശ്നമുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഇത്രയും മറ്റേ വെയിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞിട്ട്, വെരിക്കോസ് വെയിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്യുന്നത്. കാറിൽ ഞാൻ ആകെ ഡോക്ടറിൻ്റെ അടുത്ത് റിവ്യൂവിന് മാത്രമേ പോയിട്ടുള്ളൂ. വേറെ എങ്ങോട്ടും ഞാൻ പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു ഇത്രയും ദിവസമായിട്ട്. ഇതിപ്പം 3 വീക്സ് ഓൾമോസ്റ്റ് കഴിയാറായെന്ന് തോന്നുന്നു എൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞിട്ട്. ഇപ്പം കാല് നീട്ടി വെച്ചിട്ടൊക്കെ ഇരിക്കുന്നത്. ആരും കുറച്ച് വേദനയുണ്ട് ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന്. മൊത്തത്തിൽ ഇങ്ങനെ ഒരു മടുപ്പം. അപ്പം ഇപ്പോൾ ട്രിവാൻഡ്രത്ത് പോകുന്നത് ഫൈനൽ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. തിരിച്ചു വരുമ്പോൾ അമ്മയും കൂടെ ഉണ്ടാവും. 4 ദിവസത്തോളം ഉണ്ടാവും. 4-5 ദിവസത്തോളം ട്രിവാൻഡ്രത്തുണ്ട്. ഇപ്പം ഇന്ന് ഞാൻ തേഴ്സ്ഡേ രാവിലെയാണ് വെളുപ്പിനെ. ഇപ്പം രാവിലെ 4 മണിക്ക് തിരിച്ച് ഞങ്ങൾ മൺഡേ തിരിച്ചു വരും. അങ്ങനെ സൺഡേ രാത്രിയിൽ സാധനങ്ങളൊക്കെ കയറ്റി അയക്കും. ഇതൊക്കെയാണ് ഇപ്രാവശ്യത്തെ പരിപാടി. ഇപ്പം മൊത്തം ഈ വ്ളോഗെന്ന് പറയുന്നത് ഈ എങ്ങനെയാണ് ഷിഫ്റ്റിംഗ് പരിപാടികളും കാര്യങ്ങളും. തിരുവനന്തപുരത്ത് ഇനിയും ആ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഫൈനൽ കുറച്ച് ദിവസങ്ങൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ക്രോക്കറി യൂണിറ്റിലൊക്കെ നോക്കിയപ്പം അവിടെ ഇങ്ങനെ 40 വർഷങ്ങളായിട്ടുള്ള പാത്രങ്ങളും പഴയ പാത്രങ്ങളും ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കുക. ഇത് പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സുകാർ അങ്ങനെ തന്നെ എടുത്തങ്ങ് പാക്ക് ചെയ്ത് കൊണ്ടുപോയില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഇറങ്ങിയാലേ ഇത് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതൊക്കെ അവിടെ തന്നെ ഇരിക്കും. ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. ഈ എന്നും മാറുമ്പോഴല്ലേ നമ്മൾ പഴയ സാധനങ്ങളൊക്കെ കുറേയൊക്കെ കളയേണ്ടത്. അപ്പം ഞാൻ കാല് വയ്യാത്തതുകൊണ്ട് ഇരിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു ഇരുന്നാലും ഇനി നടക്കത്തില്ല, കുറച്ചൊക്കെ ഒന്ന് എഴുന്നേറ്റ് ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേയൊക്കെ പാത്രങ്ങളൊന്ന് മാറ്റി വെക്കുമായിരുന്നു. അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അമ്മയോട് വഴക്കടിച്ച് ഞാൻ ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ടങ്ങ് ചെയ്യുകയാണ്. അമ്മയോടും അടി ഉണ്ടാക്കുകയാണ് ഞാനവിടെ. ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഞാനെടുത്ത് മാറ്റുന്നതൊക്കെ മറ്റേ സൈഡിൽ കൂടെ അമ്മ ചേച്ചിയുടെ തിരിച്ചു കൊടുത്ത് വിടുന്നുണ്ടായിരുന്നെന്ന്. അതല്ല ചുമ്മാ അല്ല, ഞാൻ വിചാരിച്ചു ഞാൻ പകുതി എടുത്ത് മാറ്റിയിട്ടും പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സുകാർ വന്നപ്പോഴത്തേക്ക് ഒരു ലോഡ് പാത്രങ്ങളായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ ഗുട്ടൻസ് എനിക്ക് മനസ്സിലായത്. ഇത് ഞാൻ മാറ്റി വെച്ച പാത്രങ്ങളാണ് കേട്ടോ. അപ്പം ഇത് വിചാരിച്ചു കടയിലെ സ്റ്റാഫിനും ഇവിടുത്തെ ചേച്ചിക്കും ഒക്കെ കൊടുക്കാമെന്ന്. ഇതിൽ എന്തൊക്കെയും തിരിച്ച് കയറിയെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇങ്ങനെ അടുക്കിപ്പറക്കുകൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് രാവിലെ എന്തോ പോലത്തെ ഒരു വല്ലാത്ത ഫീലിംഗ്. എന്തോ ഇവിടെ നിന്ന് വന്ന് നിൽക്കാൻ എപ്പോഴെപ്പോഴും ഒന്നും വരാറില്ലെങ്കിലും നമുക്കൊരു വളർന്നൊരു വീടല്ലേ അത്. ഇങ്ങനെ ഇപ്പം രാവിലെ എനിക്ക് കാല് വയ്യാത്തതുകൊണ്ട് ആദ്യത്തെ ഒരു ഫസ്റ്റ് എന്തോ ഒരു ഡോക്യുമെൻ്റ് സൈൻ മേടിക്കാനായിട്ട് ഒരു ഡോക്യുമെൻ്റ് റൈറ്റർ വീട്ടിൽ വന്ന് സൈൻ മേടിച്ചുകൊണ്ട് പോയി. ഇനിയും ഉച്ചയ്ക്ക് 2 മണിക്ക് ആണെന്ന് പറഞ്ഞു രജിസ്ട്രേഷൻ. പിന്നെ നല്ല മാങ്ങ കിട്ടി കേട്ടോ. ഇത് നമ്മുടെ വീട് മേടിക്കാവുന്ന പുള്ളി അവർ ചെന്നൈ ബേസ്ഡാണ്. അപ്പോൾ അവർ ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിരുന്നു ഇന്നലെ കാണാനായിട്ട്. അവർ കൊണ്ടുവന്ന അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. അമ്മ പക്ഷേ ഹാപ്പിയാണ് കേട്ടോ. അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് വിഷമമുണ്ടോ. ഇന്നലെ വീട് മേടിക്കാനിരിക്കുന്ന ആ പുള്ളിയും വൈഫും കൂടെ വന്ന്. അപ്പോൾ അവർക്കൊരു ടെൻഷൻ. അവരിങ്ങനെ ചെന്നൈയിൽ നിന്ന് പറഞ്ഞാൽ ഒരു ആചാരങ്ങളൊക്കെ ഉള്ള ഒരു സങ്കടത്തോടെ വീട് കൊടുക്കുന്നത്. അപ്പോൾ അവരമ്മയെ വിളിച്ചുകൊണ്ട് പോയി മുകളിൽ ഞാൻ ചോദിച്ചു അമ്മയുടെ എന്താ അവർ മുകളിൽ വിളിച്ചുകൊണ്ട് പോയി ചോദിച്ചപ്പോൾ അമ്മയോട് ഇങ്ങനെ വിഷമത്തോടെയാണോ കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ എൻ്റെ മക്കളുടെ അടുത്തോട്ട് നല്ല സന്തോഷത്തോടെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അങ്ങനെ ഒരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞു. അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. ആക്ച്വലി എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെ വരുന്നവരെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്കിങ്ങനെ തോന്നുമല്ലോ 40 വർഷത്തിന് ശേഷം വരുന്നതുകൊണ്ട് ഇങ്ങനെ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനല്ല. ആക്ച്വലി അമ്മ എക്സൈറ്റഡ് ആണ്.
ഇങ്ങനെ പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നതും നമുക്ക് ചേഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കുറേ നാളായിട്ട് ഒരു 3-4 വർഷം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക് വീട് മാറണം എന്നൊക്കെ പറയുമായിരുന്നു. അമ്മയ്ക്ക് ഇപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വേറെ വീട്ടിലോട്ട് പോകണം എന്നുള്ളത്, അതായിരിക്കും അങ്ങനെ. പക്ഷെ എനിക്കെന്തോ ഉള്ളിലൊരു വിഷമം. അമ്മ അങ്ങോട്ട് വരുന്നൊരു സന്തോഷമാണ്, പക്ഷെ വീട് പോകുന്നതിൻ്റെ പപ്പ വെച്ച വീട് അങ്ങനത്തെ ഓരോ വിഷമങ്ങൾ വരുന്നു. പിന്നെന്താ, നിങ്ങൾ പറയായിരിക്കും സാധനങ്ങളോട് സെൻറ്റിമെൻറ്റ്സ് പാടില്ല എന്ന് പറയായിരിക്കും. അറിഞ്ഞൂടാ, അങ്ങനെ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഉള്ള കൂട്ടത്തിലാണ് ഞാൻ. ഉള്ളത് പറയണമല്ലോ, ഞാൻ അങ്ങനെ കുറച്ച് സെൻറ്റിമെൻറ്റിലാണ് ചില കാര്യത്തിൽ. മാറ്റണം. ഇപ്പം ഞാൻ നമ്മളോരോ ലെസൺസ് പഠിക്കുമ്പോൾ ചേഞ്ചൊക്കെ വരുന്നുണ്ട്, പക്ഷെ എന്തോ എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് വിഷമം വരുമ്പോൾ അത് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനും പഠിക്കണം. വിഷമത്തിൻ്റെ ആ ഫേസിൽ കൂടെ നമ്മൾ അക്സെപ്റ്റൻസും വേണമല്ലോ. അക്സെപ്റ്റ് ചെയ്യുക, വിഷമത്തോടു കൂടി ഇരിക്കുക, കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാക്കി അതങ്ങ് പൊക്കോളും, അത്രേ ഉള്ളൂ. അല്ല വിഷമം കണ്ടില്ല എന്നടിക്കുന്നത് കറക്റ്റല്ല. എനിക്ക് വിഷമമാണെന്ന് ഞാൻ മനസ്സിലാക്കി അതിൽ അക്സെപ്റ്റ് ചെയ്യാത്രേ ഉള്ളൂ. പിന്നെന്താണ്, പിന്നൊന്നുമില്ല. ഞാനിങ്ങനെ കാലിന് റെസ്റ്റൊക്കെ എടുത്ത് ഇന്നലെ വൈകുന്നേരം വന്നിട്ട് രാത്രിയിലാണ് പിന്നെ കുറച്ച് അടുക്കിപ്പറക്കൊക്കെ ചെയ്ത്. എനിക്ക് മനസ്സിലായി ഞാൻ രംഗത്ത് ഇറങ്ങിയില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല. അമ്മ ഇവിടുത്തെ 30 വർഷം പഴക്കമുള്ള പാത്രങ്ങളും കൂടെ എടുത്തുകൊണ്ട് പോകുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അമ്മ ഇതൊക്കെ മാറ്റണ്ടേ പഴയതൊക്കെ, അല്ലെങ്കിൽ പാക്കിങ് എഴുപ്പിച്ചേക്കുന്ന അഗർവാൾ എന്ന് പറഞ്ഞൊരു പാക്ക് ആൻഡ് മൂവേഴ്സിനാണ്. അപ്പം അവർ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ പാക്കിങ്. ഞങ്ങൾക്ക് പിന്നെ ഷാർജയിൽ വെച്ചിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഷാർജയിൽ വെച്ച് 2-3 ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അറിയാം. അവർ ചടപടയെന്ന് വന്ന് എല്ലാ റൂമിൽ നമ്മളോട് ചോദിക്കാനും നിൽക്കില്ല, അവരെല്ലാം എടുക്കും. അപ്പം അമ്മ ആ സമയത്ത് നിന്ന് പറഞ്ഞു കൊടുക്കാണ്ടിരിക്കും. അമ്മ അത് പറ്റില്ല, നമ്മൾ വേണ്ടാത്ത കളയണം. അമ്മ ആകെ ഡ്രസ്സ് മാത്രം ഇത്രയും ദിവസം ഞാൻ എന്നും വിളിക്കും അമ്മയോട്, ഞാൻ പറയാറുണ്ടായിരുന്നു. പക്ഷെ അമ്മ പാക്ക് ചെയ്തെന്ന് പറയും. പക്ഷെ അമ്മയോട് ഇത്ര നാളായിട്ട് ചോദിച്ചപ്പോൾ അമ്മ ഡ്രസ്സ് മാത്രം പാക്ക് ചെയ്തെന്ന് പറഞ്ഞു. പാക്ക് ചെയ്തല്ല, വേണ്ടാത്ത മാറ്റിയെന്ന് പറഞ്ഞു. നോക്കി ഇപ്പോൾ സാധനങ്ങളെല്ലാം 30 വർഷമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഞാൻ തന്നെ രംഗത്ത് ഇറങ്ങി വേണ്ടാത്തൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ ഇന്ന് രാവിലെ അമ്മ ഇത് ഓരോരുത്തർക്കായിട്ട് കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചേക്കാം. അമ്മയ്ക്ക് എന്താ സാധനങ്ങൾ വിട്ടു കൊടുക്കാനൊരു മടി പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അമ്മ കൊടുക്കുമോ, സാരമില്ല കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ജനമാന പാത്രങ്ങളെല്ലാം അങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഞാൻ കടയിലെ സ്റ്റാഫിന് 1-2 പേർക്ക് കൊടുക്കാതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും രാവിലെ ഓരോ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. കാലിന് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ മൊത്തം എടുത്ത് കൊടുത്ത് ഓരോരുത്തർക്കായിട്ട്. ഞാൻ പറഞ്ഞത് ബാക്കി വന്ന് എൻ്റെ സ്ഥലത്തോട്ട് അമ്മ കയറ്റാതെ പ്രതീക്ഷിക്കേ വേണ്ട, അവിടെ സ്ഥലമേ ഇല്ലാതെ ഞാൻ പറഞ്ഞു. എൻ്റെ ഫ്ലാറ്റിലോട്ട് ഇതൊന്നും കയറ്റത്തില്ല അത് ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ അമ്മ സ്ഥലമില്ലെങ്കിൽ ഞാൻ നിൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടുപോകും, ഞാൻ നടക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അങ്ങനെ കുറേ പരിപാടികൾ നടക്കുന്നില്ല. ഇങ്ങനെ നടക്കും എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ എപ്പോഴും ഞാൻ ഇരുന്നിരുന്ന് നടുവേദന എടുക്കുമ്പോൾ അല്ലെങ്കിൽ കിടന്ന് മതിയാകുമ്പോൾ ഞാനൊന്ന് നടക്കും. അങ്ങനെ കിടക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ലൈഫ് കോച്ചിൻ്റെ ക്ലാസ്സും പ്രിപ്പറേഷൻസും ഒക്കെ ആയിട്ട് ഞാൻ ഫുൾ ടൈം ഇരിപ്പാണ്, കാലം നീട്ടി ഇരുന്നിരുന്ന് നടുവേദന എടുക്കുമ്പോൾ ഞാനൊന്ന് എഴുതിയിട്ട് നടക്കുന്ന വഴിക്ക് ഇങ്ങനെ പരിശോധിക്കും, ഇവിടെ എന്തെങ്കിലും കളയാനുണ്ടോ. കാരണം ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇത്രയും വലിയൊരു വീട്ടിലിരിക്കുന്ന സാധനം ഒരു ഫ്ലാറ്റ് എന്ന് വെച്ചാൽ അതൊരു 2 ബെഡ്റൂം ഫ്ലാറ്റാണ്. ആ 2 ബെഡ്റൂം ഫ്ലാറ്റിലൊക്കെ ഉൾക്കൊള്ളിക്കും ഫുൾ തിക്കും തിരക്കും ആവില്ലേ. അതുകൊണ്ടാണിത് ഞാൻ മാക്സിമം പഴയ സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ലാതെ എനിക്കത് കൊണ്ടുപോകുന്നതുകൊണ്ട് വേറെ പ്രശ്നം ഉണ്ടായിട്ടൊന്നും അല്ല. അവിടെ കൺജസ്റ്റഡ് ആവരുത്. കാരണം ഒത്തിരി കൺജസ്റ്റഡ് ആയിട്ടൊരു വീട് വെക്കുമ്പം അതിനകത്തൊരു എനർജി ഫ്ലോ ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പം ഒരു എനർജി ഫ്ലോവിന് നമ്മൾ കുറച്ച് സ്പേസ് ഒക്കെ ഇട്ടേക്കണം. അങ്ങനെ ഇവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ എൻ്റെ സ്ഥിരം പരിപാടി എന്തായിരുന്നു അറിയോ, ഞാൻ ഇവിടെ ഇരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് പണ്ട് സ്കൂളിൽ. അതിവിടെ ഇരുന്ന് ഇങ്ങനെ ഈ മാർബിളിൽ ഇങ്ങനെ ചാരി ഇരുന്ന് പോകുന്നവരെയും വരുന്നവരെയൊക്കെ റോഡിൽ കൂടെ വായി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയായിരുന്നു എൻ്റെ പഠിത്തം. അന്ന് ഇത്രയും ചെടിയൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അതൊക്കെ ഒരു പഴയ കാലമല്ലേ. അമ്മ കുറേ പേര് ചോദിക്കുന്നില്ല അമ്മയ്ക്ക് വിഷമമുണ്ടോ, എന്തായാലും മറ്റേ മേടിക്കുന്ന ലേഡി വന്ന് ചോദിച്ചില്ല, ഒരു പേരെന്തായിരുന്നു, രാജലക്ഷ്മി. രാജലക്ഷ്മി ചോദിച്ചില്ല. അപ്പം സന്തോഷത്തോടെയാണോ വീട് കൊടുക്കുന്നത്? സന്തോഷത്തോടെയാണ് വീട് കൊടുക്കുന്നത്, ഒരു വിഷമമില്ല. ബിക്കോസ് എന്റെ മക്കളോടല്ലേ ജീവിക്കാൻ പോണത്. അപ്പൊ എക്സൈറ്റഡ് ആണോ അങ്ങോട്ട് വരാൻ? പിന്നെ എക്സൈറ്റഡ് ആണ് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതും. പിന്നെ അവിടെ ഇന്റീരിയർ എങ്ങനെയൊക്കെ ചെയ്യണം, അത് ഞാൻ പറഞ്ഞല്ലേ, ഇവിടെ ഉള്ള സാധനം എല്ലാം എടുത്തോണ്ടിരിക്കുക. ഇവിടെ ഇപ്പൊ ഇന്റീരിയർ ഒക്കെ എങ്ങനെ ചെയ്യണം എന്ന് ആലോചിച്ചുള്ള എക്സൈറ്റ്മെന്റ് ഇല്ല ഞാനിപ്പോ. അപ്പം എങ്ങനെയാണ് അപ്പൊ വേറെ ഇവിടെ നിന്ന് സ്ഥലം വിട്ട് പോകുന്നതിന് പ്രശ്നമുണ്ടോ? സ്ഥലം ട്രിവാൻഡ്രം വിടുന്നതിന് ഒരു ചെറിയ വിഷമമുണ്ട്. ബിക്കോസ് ട്രിവാൻഡ്രം എറണാകുളം തമ്മിൽ അമ്മയ്ക്ക് എന്താണ് വ്യത്യാസം തോന്നിയത്? ട്രിവാൻഡ്രം ആണ് ബെറ്റർ.
ട്രിവാൻഡ്രമാണ് നല്ല. കാരണം ഇതെന്ന് വെച്ചാൽ എനിക്കിപ്പോ വീട് കൊടുക്കാൻ ഒരു വിഷമമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ അടുത്തോട്ട് താമസം, മക്കളുടെ അടുത്തോട്ട് താമസം മാറ്റുന്നത് എനിക്ക് വളരെ ഒരു സേഫ്റ്റി, ഞാൻ സേഫ് ആകുന്നുള്ളതാണ്. പക്ഷെ ട്രിവാൻഡ്രത്തോട് എനിക്ക് ഇഷ്ടം, മറ്റേ അമ്മയ്ക്ക് എപ്പോഴും പേടിയായിരുന്നല്ലോ. ട്രിവാൻഡ്രത്തോട് എനിക്ക് ഇഷ്ടമുള്ളത്, ഞാൻ രാവിലെ ഇവിടുന്ന് ഒരു കാറും കൊണ്ട് ഇറങ്ങിയാൽ എനിക്ക് എല്ലാ അമ്പലങ്ങളും കറങ്ങി ഒറ്റ കറക്കം കറങ്ങി. അമ്പലമൊക്കെ ഞാൻ തൊട്ടടുത്ത് കാണിച്ചു തരാം. തൊട്ടടുത്ത് അമ്പലമുണ്ട്, നടന്നു പോകുന്നത്. അമ്പലങ്ങളെല്ലാം ഒന്ന് കറങ്ങി. പിന്നെ നമ്മള് എല്ലാം നമുക്ക് ഓടി ഓടി ചെന്ന് മേടിക്കാം. പിന്നെ എല്ലാ വഴികളും എനിക്ക് നല്ല പരിചയമാണ്. എറണാകുളം വന്ന് എനിക്ക് ഭയങ്കര ഒരു തിക്കിലി പോപ്പുലേറ്റഡ് എന്നുള്ള ഒരു ഫീലിംഗ്. പക്ഷെ ട്രിവാൻഡ്രം അങ്ങനെയല്ല, നല്ല കാം ആൻഡ് ക്വയറ്റ് ഒരു എന്താ പറയാ, ശാന്തരാണ്. പക്ഷെ എറണാകുളം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വേറൊരു കൾച്ചറാണ്, ലൈഫ് സ്റ്റൈലേ വേറൊരു കൾച്ചറാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഭയങ്കര മൊത്തത്തിൽ നല്ലൊരു വ്യത്യാസമാണ്. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എല്ലാത്തിനും പുറത്തോട്ട് പോകേണ്ടി വരില്ല. അതിനകത്ത് തന്നെ ലോണ്ടറി ഉണ്ട്, മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ബ്യൂട്ടി പാർലർ ഉണ്ട്. അപ്പൊ ആ കോമ്പൗണ്ടിന്റെ പുറത്ത് അത്യാവശ്യം സൂപ്പർ മാർക്കറ്റിൽ ഇപ്പൊ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാർ എടുത്ത് വെളിയിലോട്ടും പോവാം. അപ്പൊ ഒന്നിനും വെളിയിലോട്ട് പോകേണ്ട ആവശ്യം. അപ്പൊ അമ്മയ്ക്ക് എല്ലായിടത്തും അമ്പലവും ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ ഇപ്പം അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. എനിക്കൊന്നിനും ദൂരോട്ടൊന്നും ഈ കോളനിക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ? കോളനിക്കകത്ത് വലിയ കോളനിയുടെ അവിടെ ഈ ചുറ്റുവട്ടം, ഈ ശങ്കർനാഥിന്റെ ചുറ്റുവട്ടത്ത് എനിക്ക് കോളേജ് റോഡിലാണ് ബ്യൂട്ടി പാർലർ, കോളേജ് റോഡില്. പിന്നെ മെഡിക്കൽ സ്റ്റോർ, ഈ മെയിൻ റോഡിലോട്ട് കയറിയ മെഡിക്കൽ സ്റ്റോർ. മെയിൻ റോഡിൽ അമ്മയുടെ ഫ്ലാറ്റിന്റെ തൊട്ട് ഫ്രണ്ടിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. വ്യത്യാസമുണ്ട്. മെഡിക്കൽ സ്റ്റോർ ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും പ്രൊവിഷൻ ആണെങ്കിലും കോളനിക്ക് അകത്തുണ്ട്. എനിക്ക് അതൊന്നും അമ്മ അവിടത്തെ ഒരു കമ്പാരിസൺ ഇല്ല, അതിനെ വിട്ടുകളാ. ബട്ട് എന്താ പറയാ, നമുക്ക് ഒരു ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം തിരുവനന്തപുരമാണ്. അതിപ്പോ എങ്ങനെയാണെങ്കിലും എനിക്കത് പറയാൻ പറ്റില്ല. ശാന്തമായിട്ട് നമുക്ക് ജീവിക്കാം. എസ്പെഷ്യലി ഈ ഏരിയ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ക്വയറ്റാണ്. പിന്നെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഭയങ്കര, ഞാനുമായിട്ട് ഭയങ്കര ഒരു അഫെക്ഷൻ ഉണ്ട് എന്നോട്. അവിടെ ഞാൻ പിന്നെ വൈകുന്നേരം എല്ലാ ലേഡീസും ഇറങ്ങി വെളിയിൽ നിൽക്കും. അങ്ങനെയൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. അമ്മയ്ക്ക് വൈകുന്നേരം ഇറങ്ങി താഴെ ഇരിക്കാം. അവിടെ വൈകുന്നേരം അമ്മയെ വെയിറ്റ് ചെയ്ത് അവിടെ കുറെ പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞ് ഇങ്ങനെ ആൾ വരുന്നുണ്ടെന്ന് അവർ മീറ്റിംഗിൽ തന്നെ പറഞ്ഞ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും. ഞങ്ങൾ താമസിച്ചിരുന്ന കോളനി ശങ്കർ നഗറിലെ വിമൻസ് ഫോറത്തിലെ മെമ്പേഴ്സാണിത്. അമ്മ അവിടുത്തെ ഒരു ആക്റ്റീവ് മെമ്പറാണ് കേട്ടോ. അപ്പം അവരെല്ലാം കൂടെ അമ്മയ്ക്കൊരു സെൻഡ് ഓഫ് കൊടുക്കാനായിട്ട് വിളിക്കാൻ വന്നതാണ്. ഇതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് സെൻഡ് ഓഫ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു ഇൻവിറ്റേഷനൊക്കെ ആയിട്ട് വന്നതാണ് അവർ. ബാക്കി അപ്പുറത്തിരുന്നത്, ലിവിങ് റൂമിലിരുന്നത് വീട് മേടിക്കാൻ പോകുന്നവരാണ് കേട്ടോ. അപ്പം ഇതാണ് അവർ ജസ്റ്റ് നമ്മൾ കീ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അപ്പം ഈ ചെന്നൈ ബേസ്ഡ് തമിഴ് കൾച്ചർ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഹസ്ബൻഡും മക്കളും വൈഫും എല്ലാവരും കൂടെ അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് അവരുടെ തട്ടത്തിൽ ഫ്രൂട്ട്സും സ്വീറ്റ്സും തന്നിട്ടാണ് ഞങ്ങൾ കീയുടെ ഒരു ഇത് അവർക്ക് കൊടുത്തത്. ബാക്കി ഞങ്ങൾ പോകാൻ നേരത്ത് കൊടുത്തിട്ടാണ് പോയത്. അങ്ങനെ ഇന്ന് അമ്മയ്ക്ക് ഇവിടുത്തെ വിമൻസ് ഫോറത്തിൻ്റെ ഭാഗമായിട്ടൊരു സെൻഡ് ഓഫ് വെച്ചിട്ടുണ്ട്. അതിന് ഇൻവൈറ്റ് ചെയ്യാൻ ഇന്നലെ എല്ലാവരും വന്ന് നിങ്ങൾ കണ്ടില്ലേ. ഇപ്പം അമ്മയും ഞാനും മുരളിയേട്ടനും കൂടെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഞാനും മുരളിയേട്ടനും തൊട്ടടുത്ത് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. എനിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് കാറിൽ പോകുന്നു. ഉഷയുടെ സെൻഡ് ഓഫ് മീറ്റിംഗ് പങ്കെടുക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്. ശങ്കർ നഗർ വിമൻസ് ഫോറത്തിൻ്റെ ട്രഷറർ എന്ന നിലയിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിലും 2-2.5 വർഷം സ്തുത്യർഹമായ സേവനം എത്തിച്ച ശേഷം നമ്മുടെ ഉഷ എറണാകുളത്തേക്ക് പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ശങ്കർ നഗർ വിമൻസ് ഫോറത്തിൻ്റെ ഒരു തീരാ നഷ്ടമാണ്. ശങ്കർ നഗർ വിമൻസ് ഫോറത്തിൻ്റെ പില്ലറെന്നോ ബാക്ക് ബോണെന്നോ ഒക്കെ വേണേൽ ഉഷയെ പറയാം. ഞങ്ങളുടെ എല്ലാ തീരുമാനത്തിലും സ്ട്രോങ് സപ്പോർട്ട് ഉഷയാണ്. ക്രിട്ടിക്കൽ കണ്ടീഷനിലൊക്കെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ ഉഷ ഞങ്ങളെ സഹായിക്കും. 1987 ഞങ്ങളുടെ ഇപ്പുറത്തുള്ള വസന്ത എന്ന വീട്ടിൽ ഉഷ താമസിച്ചപ്പോൾ മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. 26 വർഷം മുമ്പ് വിമൻസ് ഫോൺ എന്ന ബോട്ടിക്ക് സ്റ്റാർട്ട് ചെയ്ത ഇനാഗുറേഷനിൽ ഞങ്ങൾ രണ്ടുപേരും പങ്കെടുത്തിരുന്നു. ശരിക്കും വിമൻസ് ഫോൺ
ഉഷാ പ്രേമേന്ദ്രൻ ദമ്പതികൾ എല്ലാവരും വളരെ ആദരവോടെ വീക്ഷിച്ച 2 വ്യക്തികളാണ്. നമ്മുടെ SNAയുടെ ഇതിനൊക്കെ ഐഡിയൽ കപ്പിളായിട്ട് സെലക്ട് ചെയ്താണ് ഉഷയും ഉഷാ പ്രേമേന്ദ്രൻ ദമ്പതികളെ. ഞാൻ ഓർക്കും ഹരിസാറൊക്കെ ഓർക്കുന്നുണ്ടോ? അവർക്ക് എല്ലാ ഭാവങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശിക്കുന്നു. അങ്ങനെ വെച്ചാൽ 37 ഇയേഴ്സായിട്ട് ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ ശങ്കർനാടിൽ ഇവിടെ താമസിക്കാൻ വന്നു. ശരിക്കും പറഞ്ഞാൽ ശങ്കർനാടിനോട് ഇവിടെ പറയുക എന്നുള്ളത് വളരെയധികം ദുഃഖകരമാണ്. അറ്റ് ദ സെയിം ടൈം നന്ദിയുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്, ഒരുപാട് സ്മരണകളുമുണ്ട്. പിന്നെ നമ്മുടെ ഈ വിമൻസ് ഫോറത്തിൽ, എസ്പെഷ്യലി നമ്മുടെ ഈ വിമൻസ് ഫോറത്തിൽ ഓരോരുത്തരുടെയും മുഖം എൻ്റെ മനസ്സിൽ എന്നും കാണും, ഓരോരുത്തരും. അതുപോലെ തന്നെ SNA അസോസിയേഷൻ അസം സാറാണെങ്കിൽ ഈവൻ നമ്മുടെ ഹരിസ് സാറാണെങ്കിലും എസ്പെഷ്യലി എൻ്റെ പേഴ്സണലായിട്ട് പോലും എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് അഡ്വൈസ് തരും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്നത് ശങ്കറിനെയാണ്. പിന്നെ ഞാനിതിനകത്തൊന്ന് നോക്കിക്കൊണ്ട് എനിക്കൊന്നും വരുന്നില്ല. അതെ ഞാൻ റിസൈൻ ചെയ്തിട്ടില്ല, ഞാൻ ക്യാൻസൽ ചെയ്തിട്ടില്ല, സ്റ്റിൽ എ മെമ്പർ. ഇന്നാണ് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന ദിവസം, ഞായറാഴ്ച. ഇവിടെ ഇങ്ങനെ അമ്മ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുത്തെ ഡൈനിങ് ടേബിൾ പോയി, കിച്ചണിലൊരു ഡൈനിങ് ടേബിൾ വട്ടത്തിലുണ്ടായിരുന്നില്ലേ, അത് അമ്മ കടയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിനൊക്കെ എടുത്ത് ഇങ്ങനെ വെളിയിൽ വെച്ചേക്കുക. അകത്തുനിന്നുള്ള പാത്രങ്ങൾ. മുരളിയേട്ടൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക, മുസ്ലി. ഈ സംഭവം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അമ്മയ്ക്കും രപ്പച്ചേച്ചിക്കും ദോശയാന്ന് തോന്നുന്നു, എനിക്ക് മുരളിയേട്ടനും ഇതാ എല്ലാം എടുത്ത് താഴെ വെച്ചേക്കുക. പാത്രങ്ങൾ സകലതും അകത്തിരുന്നതെല്ലാം. കാല് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ മുകളിൽ കയറിയിട്ടില്ലായിരുന്നു. അപ്പം പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണ്ടേ. വിസിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അമ്മ ആക്രിക്കാരനെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്നും മുകളിൽ നിന്നും ഞാനെന്ന് വെച്ചാൽ കുറേയൊക്കെ അമ്മയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് അമ്മ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് കളയാനുള്ളതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെയും കൂടെ ഞാനൊന്ന് ഫൈനൽ ചെക്ക് നടത്താം, കളയാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആക്രിക്കാരൻ. അപ്പോൾ ഞാനൊന്ന് മുകളിലൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. കൂട്ടത്തിൽ ഇവിടെ എല്ലാം ഒന്ന് കണ്ടിട്ട് വർക്ക്ഷോപ്പ് ഇരുന്ന സ്ഥലം. വർക്ക്ഷോപ്പ് ഞാൻ കടയുടെ വർക്ക്ഷോപ്പ് അതല്ല, ഇപ്പോൾ കാലിയായി കട. ഞാൻ പറഞ്ഞല്ലോ വേറൊരാൾ മേടിച്ചു, അത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. കട നേരത്തെ ഇരുന്ന വിമൻസ് ഓൺ പറഞ്ഞാൽ കട ഇപ്പോഴും ഉണ്ട് കേട്ടോ. അമ്മ ഓൺലൈൻ നടത്തുന്നുണ്ട്, ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട്. എൻ്റെ റൂമിനോട് ഫൈനലായിട്ടൊരു ടാറ്റ പറയാണ്. ഇതാണ് ഞാൻ പഠിച്ച് വളർന്ന എൻ്റെ പരീക്ഷ. എനിക്കൊരു സ്റ്റഡി ടേബിളൊക്കെ ഈ മൂലയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ AC ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് ഇവിടെ AC ഒക്കെ വെച്ചത്. AC വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ നിന്നിട്ടൊന്നുമില്ല. പിന്നെന്താണ്, ഒരു ചെറിയ സെൻറ്റിമെൻറ്റ്സ്. ഞാനിങ്ങനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ ഇവിടെ കുത്തിയിരുന്ന് പഠി ടേബിളിൻ്റെ കബോർഡ്. ഇവിടെ ഇപ്പോൾ അമ്മ കുറേ ഷീറ്റ്സും അതൊക്കെ വെച്ചേക്കാം. ഞാനിങ്ങനെ ഇവിടെ നിന്ന് റെഡി ആവുന്നതും ഇങ്ങനെ ഇവിടെ കിടക്കുന്നതും. ഈ കട്ടിലല്ലായിരുന്നു അന്ന്. ഇപ്പം ഈ റൂം അമ്മ ഈ രമചേച്ചിക്ക് കൊടുത്തു. അങ്ങനെ കുറേ നാളായിട്ട് ഈ റൂം ഇപ്പം എൻ്റെ അല്ല. അങ്ങനെ ഓരോ ഓർമ്മകൾ. റൂം പോയപ്പോഴും എനിക്ക് വിഷമമായിരുന്നു. അതിപ്പം എല്ലാം അങ്ങനെയല്ല, നമ്മൾ ഒന്നിനോടും അറ്റാച്ച്മെൻറ്റ് വെക്കരുത്. അതാണ് നമ്മുടെ ലൈഫിലെ നമ്മുടെ ലൈഫിലെ ഓരോ സ്റ്റേജസിൽ നിന്ന് നമ്മൾ ഇവോൾവ് ചെയ്ത് വരണം എന്നാണ്. ഒന്നിനോടും നമ്മൾ അറ്റാച്ച്മെൻറ്റ് വെക്കരുത്. സ്ഥലത്തിനോട്, സാധനങ്ങളോട്, ഇവൻ മനുഷ്യരോടും ഓവർ അറ്റാച്ച്മെൻറ്റ് എല്ലാത്തിനോടും പാടില്ലെന്നാണ്. അതിപ്പം ഞാൻ ഈ ലൈഫ് കോച്ചിൻ്റെ ലെസൺ, മെഡിറ്റേഷൻ ക്ലാസ് ഇതെല്ലാം പഠിക്കുമ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഒന്നിനോടും നമ്മൾ അറ്റാച്ച്മെൻറ്റ് വെക്കരുത്. പക്ഷെ എല്ലാത്തിനോടും നമുക്ക് സ്നേഹമുണ്ട്, ഒന്നിനോടും അറ്റാച്ച്മെൻറ്റ് പാടില്ല. ഞങ്ങളുടെ വീട്ടിലെ ഫൈനൽ ഡേ ആയതുകൊണ്ട് ഇവിടെ ഒരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, ഹാപ്പി ആയിട്ട് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി. കൂടെ വരൂ, കട്ട് ചെയ്യൂ. ഇന്ന് അറ്റത്തൊന്ന് കട്ട് ചെയ്യുന്നു. എവിടെ നിന്ന് വേണേലും കട്ട് ചെയ്യാം. അയ്യോ, ക്യാമറ മൂടിപ്പോയി. പ്ലേറ്റ് പറഞ്ഞ് ക്യാമറയുടെ ഫോണിലോട്ട് വന്നു.
ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ അഗർവാൾ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിനാണ് ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ തലേദിവസം ആയപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു 30th 31st അവരുടെ വർക്കേഴ്സിന് എന്തോ സ്ട്രൈക്ക് എന്തോ ആണ്, അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ വിടാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ ഈ മേടിക്കുന്നവർ ചെന്നൈയിൽ നിന്ന് വന്നതാണ് ബയേഴ്സ്, അപ്പോൾ അവർക്ക് കീ ഹാൻഡ് ഓവർ ചെയ്യാമെന്ന് എഗ്രി ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം ഗൂഗിൾ ചെയ്ത് ഒരു എനി ഹെൽപ്പ് പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിന് പെട്ടെന്ന് അറേഞ്ച് ചെയ്തു. പിന്നെ ഇവർ സർവേ ഒന്നും നടത്തിയില്ല, മറ്റേ സർവേ ഒക്കെ 2 weeks മുമ്പ് നടത്തിയതാണ്. പിന്നെ പെട്ടെന്ന് സാധനങ്ങളുടെയൊക്കെ ഫോട്ടോ അയച്ചു കൊടുത്തു, പെട്ടെന്നൊന്നും ചെയ്തു, വലിയ കുഴപ്പമില്ലായിരുന്നു. 1-2 സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയപ്പോൾ പൊട്ടിയായിരുന്നു. അവിടെ പാക്കിങ് നടക്കുന്ന ഗ്യാപ്പിൽ ഞാൻ ഇടയ്ക്ക് പാത്രങ്ങൾ കുറേ മാറ്റാനുള്ളതൊക്കെ മാറ്റുന്നു, പിന്നെ ബാക്കിൽ കൂടെ നടക്കുന്നു. അങ്ങനെ ഇടയ്ക്ക് കാലുവേദന എടുക്കുമ്പോൾ പോയി ഇരിക്കുന്നു. എനിക്ക് കുറച്ച് നേരം നിൽക്കുമ്പോൾ ഇങ്ങനെ കാലിന് നീര് വരുന്നു. അങ്ങനെ പല പരിപാടികൾ നടക്കുന്നത്. ഇരിക്കാൻ ആക്ച്വലി ഇപ്പോൾ ഇവിടെ സ്ഥലമില്ല, കാരണം ഞാൻ ഒരിടത്ത് ഇരിക്കാൻ പോകുമ്പോൾ അപ്പം അവർക്കത് എടുക്കണം. പിന്നെ ഇങ്ങനെ ഒരു പരിപാടികളായിട്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ ഒരുപാട് വർഷത്തെ ഓർമ്മകളുള്ള വീട്ടിലെ സാധനങ്ങളെല്ലാം പെട്ടികളിലാക്കി ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. ആ ഓർമ്മകൾ എല്ലാം കൊണ്ട് ഞങ്ങൾ യാത്ര പറയുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ.